ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു ചിക്കൻ റെസിപ്പിയാണ്. അതിനായി 1/2 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ട് വേവിച്ചതാണത്. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി അരിയണം സവാള. ഒരു ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി 4 പച്ചമുളക് ചെറുതാക്കി അരിയുക. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയൊന്നും വേണ്ട. ഒന്ന് വാടി വരുന്നത് ഒരു വഴറ്റുക. ഇനി അതിലേക്ക് പച്ചമുളകും ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റുക. ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണം പോകുന്നത് വരെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് പിച്ചെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇത് 1/2 കിലോ ചിക്കൻ്റെ റെസിപ്പിയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. കുരുമുളക് മാത്രമാണ് ഇതിൽ മസാല ആയിട്ട് ചേർക്കണത്. വേറൊരു മസാലപ്പൊടി ഇതിൽ നമ്മൾ ചേർക്കണില്ല. നല്ലൊരു ഫ്ലേവറാണിത്. പൊറോട്ടക്കും ചപ്പാത്തിക്കും നെയ്ച്ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊരു ഡ്രൈ റെസിപ്പിയാണ് ചിക്കൻ്റെ. നന്നായി ഡ്രൈ ആയാൽ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. ഞാനൊരു തക്കാളി വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.